സാർ ഇത് എവിടെ പോയി കിടക്കുകയാണ്? വിളിച്ചിട്ട് കിട്ടുന്നോ ഇല്ല. സുഷ്മിതേ, നിനക്കെന്ത്? നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന എന്ത്? നമുക്ക് പൂക്കളമൊക്കെ ഒരുക്കണ്ടേ? ഓണക്കാലമാണ് വെച്ചേ. സാറിനെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോ നമ്മളെങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ആഘോഷിക്കുന്നേ? ഓ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലെ മനസാന്നിധ്യം കൈവിടാതെ സൂക്ഷിക്കുന്നവരല്ലേ നമ്മൾ പോലീസുകാർ. നല്ലൊരു ഓണോട്ട് ആ നേട്ടുകട ചീഫിനെ പോലെ ഒരുത്തിന്റെ മുമ്പേ തലവെച്ച് കൊടുക്കോ? അല്ല, എനിക്കറിയാൻ പാടില്ല എന്നൊരു ചോദിക്കുകയാണ്. മരിച്ചവന്റെ വീട്ടിൽ ചത്തവ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പ്ലേ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇന്ന് ഓണമാണ്, സദ്യ വിളമ്പണം എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞായിരുന്ന? ഓരോരുത്തർ ഓരോ സാധനം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാര്യവും പറഞ്ഞായിരുന്ന? ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു ആരെങ്കിലും അന്വേഷിച്ചാ? ഞാൻ പച്ചടി കിച്ചടി സാമ്പാർ, ഞാൻ ഇഞ്ചി നാരങ്ങ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളെ ഞാൻ പപ്പടം പരിപ്പ് പായസം. അടിപൊളി. ബാക്കിയുള്ളവർ എന്തൊക്കെ കൊണ്ടുവന്ന് പോയി ഒന്ന് അന്വേഷിക്കും. അതെന്റെ റോള്, അത് ഞാൻ ക്ലിയർ ചെയ്തോളാം. അല്ല പിന്നെ ദേഷ്യം വരൂലേ? എന്നാലും ഈ സാറ് കാണിച്ചതേ വല്ലാത്തൊരു മണ്ടത്തരമായി. അതെ അതെ അതെ. മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും അവന്റെ മുമ്പ് ചെന്ന് ഒറ്റയ്ക്കാൻ കയറി കൊടുക്കൂ. ദൈവമേ, സാറ് പോയതുപോലെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. സാറെങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. എന്റെ കൊച്ചിന്റെ ഫീസ്, പാല്, പത്രം എല്ലാം ഞാൻ തന്നെ കൊടുക്കേണ്ടി വരുമല്ലോ. ദൈവമേ ദൈവമേ, ഒന്നിനും നാഥനില്ലാതാക്കരുതേ. നമ്മുടെ സ്റ്റേഷന് നാഥനില്ലാതാക്കരുത് ദൈവമേ. അതെ, നിങ്ങൾ ആരും ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കൂല. സാറ് പോയതുപോലെ തന്നെ തിരിച്ചു വരും. അല്ല പിന്നെ സാറ് ഇത് എത്ര കണ്ടിരിക്കണം. അല്ല പിന്നെ മേട്ടുകട സ്റ്റീഫനെ പിടിക്കാൻ പോയിരിക്കുന്ന നമ്മുടെ SI ഇല്ലേ, അയാൾ എന്തറിഞ്ഞിട്ടാ പോയത്? ഈ മേട്ടുകട സ്റ്റീഫനെ 8 കുത്തുകേസിലെ പ്രതിയാ. നേരത്തെ ഇവിടെ ഇരുന്ന SIയുടെ മൂക്കിടിച്ച് പരത്തിയവനാ. അവനെ കാരണം പണ്ടിരുന്ന SI മണിയൻ ചെട്ടിയാരെ നിർബന്ധ പെൻഷൻ വാങ്ങിച്ചു പോയി. എന്ന് മാത്രമല്ല, ഒരു 2 SIമാരുണ്ടല്ലോ, അവരെവനെ പേടിച്ച് കട്ടപ്പനയ്ക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയവരാ. അതാണ് ഈ മേട്ടുകട സ്റ്റീഫൻ. അപ്പൊ അവന്റെ റേഞ്ച് എന്തായിരിക്കും? അപ്പൊ ഈ SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കിനിട്ടിട്ടത് ഇവനാണ്? അയ്യോ, അത് ഇവനല്ല, അത് ആട് തോമ, നമ്മുടെ ചാക്കോ മാഷിന്റെ മോനെ. അത് ശരി, ഞാൻ വിചാരിച്ചത് ഇവനായിരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ SI സാറിന്റെ ഒരു കയ്യോ കാലോ പോകാൻ സാധ്യതയുണ്ട്. Action Zero Shibu 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 Action Zero Shibu Shibu തുടങ്ങാം. ഒരു മിനിറ്റ്. Okay. Come on. Shibu Shibu നില്ലടാ. Action Zero Shibu. സാറേ, ആ പോസ്റ്റ് വരെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ പോസ്റ്റ് വരെ ഓടി. എടാ, ഇത് ഈ കഥപ്പിന്റെ കംപ്ലൈന്റ് ഉള്ളതാ. നിനക്ക് കിതപ്പിന്റെ അല്ലേ ഉള്ളു, എനിക്ക് വിയർപ്പിന്റെ കംപ്ലൈന്റ് ഉള്ളതാ. ഒരു കാര്യം ചെയ്യണം, എന്നെ പിടിച്ചു കഴിഞ്ഞാലേ ആ മറ്റേ കേസെടുത്ത് കളയണം. എടാ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഈ ജോലിക്ക് കയറിയതിൻ്റെ അന്ന് മുതലുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പ്രതിയെ ഓട്ടിച്ചിട്ട് പിടിക്കുക എന്നുള്ളത്. അതിനെന്തായാലും നീ എന്നെ സഹായിച്ചല്ലോ. അപ്പോഴേ ഈ സഹായത്തിന് വേണ്ടി ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണ്ടേ? തീർച്ചയായും. എന്ത് വേണം? 10 സെന്റ് പേരോടെ ഒരു വീടും തരട്ടെ. വേണോ? എടാ, നിന്റെ പേരുള്ള കംപ്ലീറ്റ് കേസ് ഞാൻ എടുത്ത് കളഞ്ഞില്ലേ, നീ എനിക്കൊരു ഹെൽപ്പും ചെയ്തു. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ നീ പറയണം സാറെന്നെ ഓട്ടിച്ചിട്ടാണ് പിടിച്ചതെന്ന്. അത്രയ്ക്ക് വേണോ? എടാ, അതിനു വേണ്ടിയല്ലേടാ ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര നേരം ഓടിയത്. അപ്പൊ ആര് ചോദിച്ചാൽ നീ പറയണം സാറെന്നെ ഓട്ടിച്ചിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചെന്ന്. അത്ര മതി. Action Zero Shibu. ഈ തിരുവോണത്തിന് നമ്മളെ കാര്യം കട്ടപ്പോകാനല്ലേടേ? അങ്ങനെ പറയാൻ വരട്ടെ സാറേ. ഈ ഓണത്തിന് സാറിന് ഞങ്ങളൊരു ഗംഭീര സദ്യ ഒരുക്കും. ഒന്ന് ചുമ്മാ ഇരി, അതിനിവിടെ പാചകക്കാരൊന്നും ഞാൻ കണ്ടില്ല. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് സാറേ. പച്ചടി കിച്ചടി തോരൻ, അത് നമ്മുടെ വനിതാ പോലീസുകാരുടെ സെക്ഷൻ. ഇഞ്ചി മാങ്ങ നാരങ്ങയൊക്കെ
എന്റെ വക. ഉപ്പേരി വറ്റല് പപ്പടം എന്റെ വക. അപ്പൊ ഞാൻ എന്തോന്നു? സാറ് പഴഞ്ഞില്ല. അല്ല, സാറിന് പഴഞ്ഞല്ലേ ഇഷ്ടം. അത് വീട്ടിലുള്ള ഉച്ച സമയത്ത് ഞാൻ കഴിക്കാം. പക്ഷെ തിരുവോണമായിട്ട് ഞാൻ എങ്ങനെയാണ് പഴിഞ്ഞു പിടിക്കണത്? നല്ല ഉഗ്ര ഒരു സദ്യ തന്നെ ആവാം. ഉറപ്പായിട്ടും. എങ്കിൽ വാ നമുക്ക് ഉണ്ണാം. അത് നേരാവുണ്ടേ. അതിന് 9:30 ആയുള്ളൂ ഇവിടെ. ഇവിടെ നല്ലൊരു തിരുവോണമായിട്ട് ഈ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു അത്തപ്പൂക്കളം ഇട്ടുകൂടായിരുന്നു. എന്റെ സാറേ, ഡ്യൂട്ടി സമയത്ത് അത്ത ഇട്ടുകൂടാന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നില്ലേ? അത് പിന്നെ നമ്മൾ എങ്ങനെ ഇടും? ഇടോ ഇന്ന് ലീവ് എഴുതി കൊടുത്തിട്ട് ഒരു നല്ല അത്തം ഇട്ടുകൂടായിരുന്നു. ശരിയെന്നാ, ആ ബുദ്ധി പോയില്ല സാർ. പണ്ടേ അതില്ലല്ലോ. സർ, ഇന്നലെ പരാതി തന്നിരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ടുണ്ട്. വരാൻ പറ. വരും. മാറ്റിയാണ് സാറേ. Action zero Shibu. കാര്യം പറ. സാറേ, എനിക്കൊരു പരാതിയുണ്ട്. എന്നും രാത്രി 12 മണിയാകുമ്പോൾ ഇയാൾ എന്നെ ഉപദ്രവിക്കും സാറേ. ഉപദ്രവിക്കൂടാ. സാറേ, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. കൊത്തപ്പണിക്കാണ് പോണത്. രാവിലെ 8 മണിക്ക് പണിക്ക് പോകും, വൈകുന്നേരം 6 മണിക്ക് ഇറങ്ങും. എന്നിട്ട് ഏതെങ്കിലും തള്ളുള്ള ബസ്സിൽ തൂങ്ങിക്കിടന്ന് നേരെ ബിവറേജിൻ്റെ ഫ്രണ്ട് ഇറങ്ങും. എന്നിട്ട് ആ ക്യൂവിൽ നിന്നിട്ടൊരു ക്വാർട്ടർ വാങ്ങിക്കും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പൂ തന്നെ സമ്മതിക്കത്തില്ല. റോട്ടിലോട്ട് ഇറങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചാൽ സാറുമാർ എന്നെ പൊക്കിക്കൊണ്ട് പോകും. പോട്ട് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ കൊണ്ടുവച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സദാചാര പോലീസ് വന്ന് ഓടിച്ചിട്ട് തല്ലും. എന്നാൽ പിന്നെ ഏതെങ്കിലും കുറ്റിക്കാട്ടി കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പരസ്പര സഹായ സംഘത്തിലെ പെണ്ണുങ്ങൾ ഉള്ള കുറ്റിക്കാടെല്ലാം വെട്ടിക്കളയും. പിന്നെ ഞാൻ ഏതെങ്കിലും വാഴപ്പണയ്ക്കകത്ത് ചെന്നിരുന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ട്രൈയൊക്കെ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും വിഴുന്ന് ഇഴഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 12 മണി. അപ്പോഴല്ലേ സാറേ എനിക്ക് ഇവിടെ തല്ലാൻ പറ്റും. അപ്പൊ നീ സ്ഥിരം തല്ലോടാ? സ്ഥിരം തല്ലല്ലോ സാറേ, വല്ലപ്പോഴും. ഇന്നലെ തല്ലിയ? ഇന്നലെ ചെറുതായിട്ട് തല്ലി. ഇന്നലെ എന്തിനാ തല്ലിയ? സാർ, നിസാർ ഒരു മുട്ടയുടെ കാര്യത്തിനാ സാറേ ഇയാൾ ഇന്നലെ എന്നെ തല്ലിയത്. എടാ, ഒരു മുട്ടയുടെ കേസിൽ നീ എന്തിനാടാ ഇവിടെ തല്ലിയ? സാറേ, മുട്ടയെന്ന് പറയുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് നിസ്സാര കാര്യം. നമ്മളെ പോലെ ആണുങ്ങൾക്കല്ലേ മുട്ടയുടെ വില അറിയാവും. നമുക്ക് എന്നും ഈ കൂലിപ്പണിക്കാരന് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടോ? ഇല്ല. മുട്ട കഴിക്കാൻ ഒരു കൊതി. അങ്ങനെ ഞാൻ പണി കഴിഞ്ഞിറങ്ങിയപ്പോൾ 5 മുട്ട വാങ്ങിച്ചു. തള്ളലുള്ള ഒരു ബസ്സിൽ കയറി, മുട്ട പൊട്ടിച്ചില്ല. അവിടെ നിന്ന് ഞാൻ ബിവറേജിൽ പോയി ക്യൂ നിന്നു, അവിടെയും മുട്ട പൊട്ടിയില്ല. അവിടെ നിന്ന് ഞാൻ വാഴപ്പണയിൽ വെള്ളം അടിക്കാൻ പോയി, 3 എടുത്ത് വീഴുന്നു, അവിടെയും മുട്ട പൊട്ടിച്ചില്ല. അങ്ങനെ സേവ് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഓംപ്ലേറ്റ് അടിക്കാൻ വെച്ച മുട്ട ഇവളെടുത്ത് ബുൾസേ അടിച്ചു വെച്ചു. സാറാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ തല്ലും. അത്രേ ഞാൻ ചെയ്തോളൂ. ഈയിടെ ഒരു ഓംലേറ്റ് കൊച്ച് നമ്മളെ ചെല്ലുമ്പോ അവിടെ പുളിച്ചടിച്ചത് ഞാനാണെങ്കിൽ എന്റെ പെണ്ണും പിള്ള ഏടത്തിലിടിക്കും. നീ അടിക്കൂലേ? പിന്നെ ഞാൻ ഇടിക്കും. ഇന്നാളൊരു ദിവസം ഇതുപോലെ അവൾ മുട്ട ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഞാൻ ഇടിക്കാനായിട്ട് നോക്കും. സാറേ, മുട്ടയാണോ പരാതി എന്നത് ഞാനാ പരാതി എന്നത്? മുട്ടയല്ല സാറേ, ഓംപ്ലേറ്റ് ആണ് പരാതി എന്നത്. സാറേ, ഇത് മാത്രമല്ല, ഇയാൾക്ക് എന്നെ എന്ന് സംശയമാ സാറേ. സാറേ, അങ്ങനെ ഉണ്ടല്ലേ? എങ്ങനെ സംശയിക്കാതിരിക്കും? സാറേ, വീട്ടിൽ പാലുകാരൻ വന്നാ സംശയം, പത്രക്കാരൻ വന്നാ സംശയം, മീറ്റർ റീഡിങ്ങിന് ആള് വന്നാ സംശയം, റോട്ടിൽ കൂടെ നടക്കുന്ന പിച്ചക്കാരൻ വരെ പോലെയൊക്കെ സംശയമാ സാറേ. അത് വൃത്തിയായിട്ട വേലടാ. എടാ, സുന്ദരിയായ ഒരു ഭാര്യ. അപ്പൊ നിനക്ക് ഇത്രയും നല്ല രീതിക്ക് ആഹാരമൊക്കെ വെച്ചു വിളമ്പി തരുമ്പോ എന്തിനവളെ ഇങ്ങനെ സംശയിക്കുന്നു? കാര്യമുണ്ട്. അതായത് സാറേ, ഈ പത്രക്കാരനും ഈ മീറ്റർ എടുക്കാൻ പറഞ്ഞവനും പാൽക്കാരനൊക്കെ സാധാരണ ഒരു വീട്ടിൽ വരുന്ന എപ്പോഴാണ്? പകലാണോ? അതെ. അല്ലാതെ അർദ്ധരാത്രി 12 മണിക്ക് ഞാൻ വീട്ടിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ ചുറ്റും നടന്ന് റീഡിങ് എടുക്കൂലല്ലോ. അത് ശരിയാ, നോട്ട് ദ പോയിന്റ്. അല്ല, അത് ചോദിക്കണം സാറേ, അത് ഇവൻ ചോദിക്കണം. അത് അല്ലെങ്കിൽ സാറ് ചോദിപ്പിക്കണം. അതെ, അപ്പൊ രാത്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം. ചോദിച്ചല്ലോ, ഒരുത്തനെ പിടിച്ചെടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ ഓടുന്നുണ്ടോ നോക്കാൻ വന്നേന്ന്. എന്ത് മീറ്റർ? എങ്ങനെയെങ്കിലും ഇവളെ ഓട്ടം നിർത്തി തരണം സാർ. സാറേ, പിന്നെ ഒരു കാര്യം, ഓരോ രാത്രി ഇയാൾ എന്നെ ഇടിക്കുമ്പോഴും ഇത് സർക്കാരിനുള്ള ഇടിയാണ്, സർക്കാരിനുള്ള ഇടിയാണെന്ന് പറഞ്ഞ് എന്നെ ഇടിക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല സാറേ. സർക്കാരിനുള്ള ഐഡിയ അങ്ങനെ? അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സർക്കാരിന്റെ അറിവോടുകൂടിയാണല്ലോ മദ്യം ഉണ്ടാക്കുന്നത്, സർക്കാരിന്റെ ആൾക്കാർ തന്നെയാണല്ലോ വിൽക്കുന്നത്. നമ്മളിപ്പോഴുള്ള പാവങ്ങൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് കഴിക്കുമ്പോൾ സർക്കാരിന്റെ ആൾക്കാരെ നിങ്ങളല്ലേ വന്ന് പൊക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളെ വന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. കൈ കിട്ടുന്ന ഇവിടെ എല്ലി തല്ലാൻ പറ്റുള്ളൂ. അത് കൊള്ളാം കേട്ടാ. സംഭവം ഇവിടെ ഉണ്ടാക്കുന്ന നമ്മള്, കൊടുക്കുന്നത് നമ്മള്, പിടിക്കുന്നത് നമ്മള്. അപ്പൊ കംപ്ലീറ്റ് സർക്കാർ. അത് ഭയങ്കര ശരി തന്നെ സാറേ. ഇത് ഉണ്ടാക്കുന്നത് നമ്മള്, കൊടുക്കുന്നത് നമ്മള്, പിടിക്കുന്നത് നമ്മള്. മദ്യോ പരാതി എന്നത് ഞാനോ പരാതി എന്നത്? മദ്യമല്ലേ പരാതി എന്നത്? ഈ കുട്ടിയാണ് സാറേ പരാതി. പറയൂ. ഈ കേസ് അന്വേഷിക്കാൻ ഇയാളില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വരില്ലേ സാറേ? അതെന്ത്? ഇയാളില്ലാത്തപ്പോ സാറ് വന്ന സാറിന്റെ പുതിയ സെറ്റപ്പ് ഞാനാണെന്ന് ഈ നാട് മൊത്തം ഇയാൾ പറഞ്ഞുണ്ടാക്കും. അപ്പൊ സാർ ദേഷ്യപ്പെടുന്ന കാണുമ്പോ എനിക്ക് വേറെ സംശയം തോന്നുന്നുണ്ട്. നേരത്തെ കൂട്ടി വന്ന് സാറിന് എന്തെങ്കിലും രഹസ്യമായിട്ട് തന്നോ എന്ന്. ഭയങ്കര അതെ,
അങ്ങനെ വേറെ കേസൊന്നുമില്ല. എന്റെ രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞു. ഇതില്ലെങ്കിൽ ഞാൻ പറയും. അതല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപിച്ച് കിട്ടിയതാ. അത് കാര്യം പറഞ്ഞാൽ അങ്ങനത്തെ ഡൗട്ടൊന്നുമില്ല. കാര്യം ഇത് മോശമല്ലേ ഈ കാര്യം. എനിക്കറിയാം. എന്നാലും ഒരു നിസ്സാര കേസിനൊക്കെ എടാ കണ്ടാടാ, നിസ്സാരം നിന്റെ കൈ പിടിച്ച് ഞാൻ തിരിച്ചപ്പോൾ നിന്റെ പെണ്ണും പിള്ള പറഞ്ഞത് എൻ്റെ പിള്ളേടെ അച്ഛനെ ഉപദ്രവിക്കരുത്. എടാ മോശമല്ലേടാ? ഇത്രയും നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ സംശയിക്കുന്ന മോശമല്ലേ? ഇവിടെ ഡെയിലി ഇടിക്കുന്നത് മോശമല്ലേ? അപ്പൊ ഇനി ഇടിക്കൂടെ നീ ഇവിടെ? ഇവിടെ 2 ദിവസം പിടിച്ചാത്രട്ടാ. വേണ്ട സാറേ, എന്റെ പിള്ളേർക്ക് ചെലവിനുള്ള ആളാണ് സാറേ. ഇനി പ്രശ്നം ഉണ്ടാക്കൂടാ? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നല്ലൊരു ഓണമല്ലേ, നന്നായിട്ട് പോയി ജീവിക്കാൻ നോക്ക്. ഹാപ്പി ഓണം. ഒരു 6-7 ദിവസമായി ഇവിടെ വന്ന് കയറിയിട്ട് ഡോക്ടർ പറഞ്ഞു ബോഡി വീക്കാണ്, നല്ല രീതിയിലൊന്ന് റെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോഴാണ് ഇവരിവിടെ നിന്ന് വിളിച്ചത്. ഡെയിലി 500 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞ്. തെളിയിൽ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല, ഇതിനകത്താകുമ്പോൾ റെസ്റ്റ് കൊടുക്കാന്ന്. പിന്നെ അണ്ണൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അതൊരു വലിയ കഥ. എന്താ സത്യം പറയാനുണ്ടല്ലോ, ഞാൻ 5000 ചോദിച്ച് ഇവരെന്നെ 4000 ഒതുക്കി. നാളെ ആകുമ്പോൾ ജാമ്യം എടുത്ത് തരികയും ചെയ്യും. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, നാളെ വെളുക്കുന്നത് വെളുത്ത പാവ് പുറത്തുനിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, വല്ലപ്പോഴും കൂടി നമ്മൾ ഈ സെല്ലി വന്ന് കിടന്നില്ലെങ്കിലേ ഏമാമാരും നാട്ടുകാരും വിചാരിക്കും നമ്മളൊക്കെ ഫീൽഡ് ഔട്ട് ആയെന്ന്. അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. വല്ലപ്പോഴെങ്കിലും നമ്മൾ ഫീൽഡിൽ നിന്നില്ലെങ്കിൽ റിട്ടയർ ആയ പോലീസുകാരന്മാരെ പോലെ ആയി പോകും ചേട്ടാ. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, കക്കൂസ് കഴിയുന്ന ബ്രഷിന് മുതൽ മറ്റെല്ലാ കാര്യത്തിനും പരസ്യമുണ്ട്. നമുക്ക് പരസ്യം കൊടുക്കാൻ പറ്റൂല. നമ്മളെ തൊഴിലിന് പരസ്യം കൊടുക്കാനേ പറ്റൂല. എടാ പട്ടാപ്പകൽ ചുടുകാട് രാജിനെ വെട്ടിക്കൊന്ന ഈ മേട്ടുകട സ്റ്റീഫനെ ഏണിക്കര SI അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നേ. നാളെ പത്രത്തിൽ വലിയ വാർത്ത വരുമോ? അതൊരു പരസ്യമായില്ലേ? എന്റെ ഫോട്ടോ വരുമോ? അതൊരു പരസ്യമായില്ലേ? ഇതാണ് നോക്കിക്കണം, നമ്മളെ തേടി വരുന്നവര് ഈ പരസ്യം കണ്ട് നമ്മളെ തന്നെ തേടി വരും. മനസ്സിലായോ? അണ്ണനെ സമ്മതിച്ചണ്ണ. ഒരു പരാതി ഉണ്ട് സാറേ. എന്ത് പരാതി സാറേ? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഈ സുവിശേഷത്തിനൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളുണ്ട് സാറേ. അയാളുടെ പ്രാർത്ഥന കാരണം എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ. എനിക്ക് മാത്രമല്ല, ഈ ചേട്ടന് 2 മക്കളുണ്ട്. അയാളുടെ പ്രാർത്ഥന കാരണം ഇയാളുടെ മക്കൾക്ക് വരെ പഠിക്കാൻ പറ്റില്ല സാറേ. അയാൾ ആ നാട്ടിൽ നിന്ന് ഒഴിവാക്കി തരണം. എടോ, ഈ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ പഠിക്കാൻ പറ്റാത്ത എന്താണ്? അയ്യോ സാറേ, അയാളെ ഈ ശബ്ദമുണ്ടല്ലോ, ഒച്ചത്തിലുള്ള ഈ ശബ്ദം, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ സാറേ. ഒച്ചത്തിൽ പ്രാർത്ഥിക്കും? ഒച്ചത്തിൽ പ്രാർത്ഥിക്കും എപ്പോഴും ഉണ്ട്. നിങ്ങൾ പറയുന്ന ഈ പ്രതി വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. വിളിപ്പിക്കാം സാറേ. ആവൂട്ടാ, ആ പ്രതി കഴിഞ്ഞോട്ടെ. ഇത് ശബ്ദം മലിനീകരണമാണല്ലോ. എന്താണ് പ്രോബ്ലം? എന്താണ്? എന്റെ ഭവനത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ സാത്താന്മാരുടെ കയ്യിൽ പണ്ട് യേശുവിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ഇവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചിട്ട് സകല കുറ്റവും എന്നിൽ ചുമത്താൻ ശ്രമിക്കുകയാണോ നിയമപാലക? പാവപ്പെട്ടവന് വേണ്ടി ദൈവത്തിന്റെ ഇടനിലക്കാരനായി നിന്ന് പ്രാർത്ഥിക്കുന്ന എനിക്കെതിരെ താങ്കൾ ഉച്ചയുയർത്തിയാൽ താങ്കളുടെ ജോലി പോവുകയും ഈ റോഡിലൂടെ കൊണ്ടുവരിച്ച ജന്മമായിട്ട് നടക്കുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി ഇടനിലക്കാരനായി എന്നെ തന്റെ കലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ വിളിക്കുമ്പോൾ തന്റെ ഭവനത്തിലേക്ക് ഞാൻ വരില്ല. നീ വരണ്ട, നിന്നെ ഞാൻ വിളിക്കുന്നതില്ല. സത്യത്തിൽ ഇയാൾക്കുള്ള പ്രശ്നം എന്താണ്? എന്റെ നല്ല ഇടയനായ രഞ്ജിത്തിന്റെ നരസിംഹം എന്ന CD-യിലെ 3-ാം അധ്യായത്തിൽ ദൈവപുത്രനായ പൂവള്ളി ഇന്ദുചൂടൻ ഇപ്രകാരം പറയുകയുണ്ടായി. ഒരു അച്ഛന്റെ, ഒരു പിതാവിന്റെ, ഒരു ഡാഡിയുടെ അന്യകർമ്മങ്ങൾ ചെയ്യുക എന്നത് തെറ്റായിരിക്കുമ്പോൾ രാജ്യത്തിൽ നിന്നും
ഭാഷ പറഞ്ഞത് ബ്രദറേ. ബ്രദറാ? അല്ല സാറേ. ദീപ, നീ ഒരു 12 കൊലക്കേസിലെ പ്രതിയല്ലേടാ? കുറേ മോഷണ കേസും ഇല്ലേ നിനക്ക്? 2-3 പീഡന ശ്രമം. നാണമില്ലേടാ ഇങ്ങനെ കിടന്ന് കൈയടിക്കാൻ? മോശമല്ലേ ഇതൊക്കെ? അപ്പം ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നോണ്ടാണോ നീ ഇങ്ങനെ? പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെന്തോന്ന് 3 പേരും കൂടെ? അതെ, സംഭവം ഇവർ പറഞ്ഞു നിങ്ങളുടെ ഈ ശബ്ദത്തിൽ. അപ്പോൾ പിള്ളേർക്ക് പ്രശ്നം കാണും പഠിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, മനസ്സിലായി? പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, നമ്മൾ ദൈവത്തിനെ പയ്യെ വിളിച്ചാലും ദൈവം കേൾക്കും. അപ്പോൾ ഇത്ര ഉച്ചത്തിൽ അവർക്ക് ശല്യമാവുന്ന രീതിയിൽ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ കേസ് നമുക്കിവിടെ ഒത്തു തീർക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, അല്പം ശബ്ദം കുറച്ച് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അപ്പോൾ ഒന്ന് ഒതുക്കി പ്രാർത്ഥിക്കുക. അവരുടെ പിള്ളേരൊക്കെ പരീക്ഷയാണ്, പഠിക്കുകയൊക്കെ വേണം. അപ്പോൾ ഒന്ന് ഒതുക്ക് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചത്തിൽ പ്രാർത്ഥിക്കല്ലേ. അപ്പോൾ ഇനി വേറെ വിഷയമൊന്നുമില്ല. പുള്ളീന് ഒച്ച കുറച്ച് പ്രാർത്ഥിച്ചോളും കേട്ടോ, കുഴപ്പമില്ലല്ലോ. 1 മിനിറ്റ് ഇനി വരൂ. ഒന്ന് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇൻസ്പെക്ടർ ഷിബു എന്ന താങ്കളുടെ പേര് സ്വർഗരാജ്യത്ത് നല്ല രീതിയിൽ കീർത്തിപ്പെടുവാനാകട്ടെ എന്ന് ദൈവനാമത്തിൽ നാം പ്രാർത്ഥിക്കുകയാണ്. അതെ, താങ്ക് യു. ഇനി ഇവിടെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാറേ. എന്തിന്? അല്ല, എൻ്റെ സ്വഭാവമൊക്കെ നന്നാൻ വേണ്ടി. നിന്റെ സ്വഭാവം നല്ലതാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പച്ച ഈർക്കൽ കിട്ടുന്നുണ്ട്. വേണ്ട സാറേ, വേണ്ട സാറേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, വേണ്ട. ഷിഫ, ഒരു ചായ എടുക്കട്ടെ? വേണ്ട സാറേ, പാല് മതി. പാലിരിപ്പുണ്ടെങ്കിൽ ഇവര് കുറച്ച് കൂട്. അതെ, ഈ സദ്യ വല്ലതും റെഡിയായാ? ആണോ? അപ്പൊ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി. ബാബുട്ടാ അവരെ ഞാൻ കൊണ്ടുപോവാ. ഞാൻ വിളിച്ചോണ്ടോ? നീ ഇങ്ങോട്ട് പോടാ, അത് വരുമല്ലേ? Action Zero Shibu. ക്രിമേഡിയാടാ. മെസ്സേജ് ഒന്നുമില്ലേ? പ്രേമം. എൻ്റെ പേരെന്താ? നീ പഠിക്കുന്ന എഞ്ചിനീയറിംഗ്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? തിരുവോണമായിട്ട് കമ്പൈൻ സ്റ്റഡി. വലിയ തുറ പാലത്തിൻ്റെ അടിയിലാണ് അവിടെ കമ്പൈൻ സ്റ്റഡി. എടാ, വലിയ തുറ പാലത്തിൻ്റെ അടിയിലാണ് അവിടെ കമ്പൈൻ സ്റ്റഡി. ഇയാൾ പഠിക്കുന്നോ? മെഡിസിൻ പഠിക്കുന്നു. ഇവരെ വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ഇല്ല, ഇവന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ആ കുട്ടി ഒന്നും പറയുന്നില്ല, അവളുടെ വീട്ടിലെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഫോണെടു. അവള് എത്ര ചോദിച്ചിട്ട് അവൾ ഈ മോഡ നിപ്പ് തന്നെ ഉണ്ടാവും. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എന്നിട്ടും തിരുവോണമായിട്ട് നമ്മളുണ്ടല്ലോ, വല്ലതും റെഡി ആവൂടെ? എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഓരോ സാധനം. നീ നമ്പർ പറ. 9063339045. ഹലോ, സാർ? ഇല്ല സാർ. അതെ 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 സാർ. എന്താ സാർ? എനിക്കറിയാം എനിക്ക് സാറിൻ്റെ മോളെ അറിയാം സാറേ. ഞാൻ കണ്ടിട്ടുണ്ട്, കൊച്ചിലെ കണ്ടിട്ടുണ്ട് സാറേ. അതെ ഇപ്പം മെഡിസിൻ അല്ലേ സാറേ? ഓഹോ സാറേ, അറിയാം ഞാൻ മോളെ അന്വേഷിച്ചെന്ന് പറയണം സാറേ. ശരി സാറേ, ഓക്കെ. മോള് കടപ്പുറത്ത് പോയി പ്രേമിച്ചു. ഇനി കടപ്പുറത്ത് സല്ലപിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കൈയില്ലാത്ത ഉടുപ്പിട്ടുകൊണ്ട് കടപ്പുറത്ത് പോയി ഇരിക്കരുത്. ഇവിടെ കടപ്പുറത്ത് മുഴുവനും പട്ടിയുടെ ശല്യമല്ലേ. ഇങ്ങനെയൊക്കെ ചെന്നിരുന്ന പട്ടി കടിച്ചു പറിക്കില്ല. ഈ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചില്ലേ മോള്, ഒരമ്മച്ചയെ പട്ടി കടിച്ചു കൊന്നു. കടപ്പുറത്ത് മൊത്തവും പട്ടിയുടെ ശല്യം. അതുകൊണ്ട് മോളിന് കടപ്പുറത്ത് പോകുന്നെങ്കിൽ കൈയുള്ള ഉടുപ്പിട്ടുകൊണ്ട് പോയിരിക്കാവും കേട്ടാ. ഇത് പറയാനാണ് അങ്കിള് മോളെ ഇവിടം വരെ വിളിച്ചത്. നിനക്ക് ജോലി വേണോ? ഒന്ന് അടങ്ങും. അതെ, മോക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞത്? എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതെ, കുട്ടിയെ നമ്മൾ ടാക്സിൽ നിന്ന്
ഒരു AC കാർ വിളിച്ച് ആ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കുക. ശരി, ഒരു കുറവും വരുത്തില്ല കേട്ടാ മോളെ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചെന്ന് പറയണം. ശരി അങ്കിൾ. ശരി. ബൈ അങ്കിൾ. ആ ബൈ. ബൈ. സാർ എന്ത് പണിയാണ് സാർ കാണിച്ച് കഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു വിട്ടാണ്. എടോ അതാരെന്നറിയാമോ? DIGയുടെ മോളാത്. താൻ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി? 15 വർഷം. 15 വർഷമായി. ഇനിയില്ല ഒരു 10-12 വർഷം സർവീസ്. തനിക്ക് ഇപ്പോഴേ പോണോ ജോലിയിൽ നിന്ന്? സോറി സാർ, ഞാൻ ഒരു വിധമാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ വലിയവന്മാരെ മക്കളാകുമ്പോൾ, അതായത് രാഷ്ട്രീയക്കാർ ഇതുപോലെ വലിയ വലിയ ആൾക്കാരെ മക്കളാകുമ്പോൾ ചിലപ്പം ബീച്ചിലോ പാർക്കിലോ അവിടെയൊക്കെ പോവും. നമ്മളതിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോകേണ്ട കാര്യമല്ല. നമുക്ക് വല്ല കൊത്തപ്പണിക്കാരൻ്റെ മക്കളെ, വല്ല പെയിൻറ്ററെ മക്കളെ, ഇങ്ങനെയുള്ള പിള്ളേരെ കിട്ടും. അതാകുമ്പോൾ ചോദിക്കാനൊന്നും ആരും വരുമല്ലെന്നേ. എത്ര വർഷമായിടെ തുടങ്ങിയിട്ട്? 3.5 മാസം. 3.5 മാസം. ഇതെങ്ങനെ? ഫേസ്ബുക്കിലൂടെ കണ്ടത്. ഫേസ്ബുക്കിലൂടെ ഞാൻ അയച്ചവളെ ചെയ്ത് ആണ്. നിന്റെ അച്ഛനെന്ത് ജോലി? പെയിന്റിങ്ങിന്റെ പണി. അമ്മയ്ക്ക് തൊഴിലുറപ്പിനോ? അപ്പോൾ ഈ മെഡിസിൻ പഠിക്കുന്ന കുട്ടിയെ നീ എങ്ങനെ ഇത് റെഡി ആക്കിയത്? ഞാൻ പറഞ്ഞു ഞാൻ ലണ്ടനിൽ മെഡിസിൻ പഠിക്കണം എന്ന് പറഞ്ഞു. ആണോ? നിനക്ക് സത്യത്തിൽ എന്താണ് ജോലി? ഞാനും അച്ഛൻ്റെ കൂടെ പെയിന്റിങ്ങിനൊക്കെ പോകും. കള്ളത്തരം പറഞ്ഞു ഒരു പെണ്ണ് എവിടെ കണ്ട? അവള് പോയത് കണ്ട? നിന്നെ മൈൻഡ് ചെയ്താ? നിന്നെ ഇറക്കണമെന്ന് പറഞ്ഞ? നിന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞില്ല? ഇതാണ് പറയുന്നത്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. എടാ നിനക്ക് പറ്റിയൊരു പെണ്ണിനെ പ്രേമിയില്ലേ? വെറുതെ കള്ളവും പറഞ്ഞ്. അവളും കൊള്ളാം സാർ. അവളെ അച്ഛനും കൊള്ളാം, അങ്ങേരെ നിനക്ക് കൊള്ളുകയും ചെയ്യും. നീ വാ. നീ കുളിക്കുമെന്ന് എനിക്കൊന്നുമില്ല. രാവിലെ കുളിച്ചു സാർ. 5 ദിവസം മുമ്പ് രാവിലെ തിരുവോണമായിട്ടെങ്കിലൊന്ന് അടിച്ചു നനച്ച് കുളിയടാ നീ. എന്തോ ഇനിയപ്പോൾ കോടതി 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ? അതൊരു അതിനകത്ത് കിടക്കട്ടെ. കുളിക്കാൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് എടുത്തു കൊടുക്കും. അതെ, പച്ച ഈർക്കൽ പോണ്ട. ഞാൻ രാവിലെ നാക്ക് പഠിച്ച സാർ. ഇത് നാക്ക് പഠിക്കാനല്ലടാ, പിന്നെ നിന്റെ നിന്നെ കൊണ്ട് പോടാ. സാറേ ഒരു പരാതി ഉണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എടാ നിങ്ങളെ പറഞ്ഞു വിട്ടല്ലേ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയടാ? പ്രശ്നമൊന്നുമില്ല സാറേ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ജീവിതത്തിലെ പുതിയ വില്ലൻ. ഇതാണ് അമരേഷ് പുരി. അമരീഷ് പുരി അല്ല സാറേ. ഇതേ ഞാൻ പറഞ്ഞത്, ഇവള് രാത്രി 12 മണിയാവുമ്പോൾ ഉറക്കം എണീറ്റിരുന്നിട്ട് ഈ ഫോണിനോട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഫോണിനോട് പറയുക, ഇന്ന് കുളിച്ചോന്ന്. ഏതെങ്കിലും ഫോൺ കുളിക്കുമോ സാർ? അല്ലെങ്കിൽ തന്നെ ഇത് വെള്ളത്തിയിട്ട് ഇതിന്റെ ഡിസ്പ്ലേ പോകത്തില്ലേ? അത് പോട്ടെ, വേറൊരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവള് ഫോണിനോട് ഇങ്ങനെ എടുത്ത് അതേപോലെ എടുത്തു വെച്ചിട്ട് ഇന്ന് ഏത് ഡ്രസ്സായിട്ടിരിക്കുന്നേ, ഒരു ഫ്രോക്ക് മേടിച്ചു കൊടുക്കാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഇതെല്ലാം പോട്ടെ, സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൃഷിക്കാരിയാ. നല്ല കൃഷിക്കാരിയാണ്. കൃഷിയാ. ജൈവവളത്തിലാണോ കൃഷി ചെയ്യുന്നത്? ഫാറ്റ് പോസ്റ്റ് 20-20 ഫോൺ എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് പറയും, ഞാൻ ചീനിവെള്ളയിലോട്ട് വരണോ, റബ്ബർ തോട്ടത്തേക്ക് വരണോ, അതോ വാഴപ്പണിയിലേക്ക് വരണോ എന്ന്. സമയം നോക്കാതെ രാത്രി 12 മണിക്കാ കൃഷി ഇറക്കാൻ നടക്കുന്നത്. അത് മോശമല്ലേ? ഇങ്ങനെ രാത്രി ഫോണൊക്കെ വിളിച്ച് ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തും, അത് മോശമല്ല. അതിപ്പോ തെറ്റല്ലേ? പുള്ളിക്കാരെ കണ്ടുപിടിച്ചില്ലേ? ഇത് ആരെ വിളിക്കുന്നത്? ചുമ്മാ പറഞ്ഞ സാറേ, അപ്പുറത്തെ വീട്ടിലെ സുനിയുടെ ഭാര്യ പിണങ്ങി പോയി. അവൻ വല്ലപ്പോഴും എന്നെ വിളിച്ച് കുളിച്ചാ കഴിച്ചാന്നൊക്കെ ചോദിക്കും. എന്റെ വിഷമം അവന്റെ അടുത്തും പറയും, അവന്റെ വിഷമം എന്റെ അടുത്തും പറയും. എന്നിട്ട് പിന്നെ വേറൊന്നുമില്ല സാറേ. ഈ സുനി എപ്പോഴൊക്കെ വിളിക്കും? 1-2 വിളിക്കുള്ളൂ സാറേ. അപ്പൊ 1-2 സുനിക്ക് വിഷമം. സുനിക്ക് എന്തോന്ന് പ്രത്യേകിച്ച് വല്ല പണിയുണ്ടോ? വെൽഡിങ് കൂട്ടിച്ചേർക്കൽ. അപ്പൊ ഏകദേശം എനിക്ക് പിടി കിട്ടിയിട്ടുണ്ട്. ഏകദേശം മനസ്സിലായി. ഞാനൊരു കാര്യം പറയണം, 500 സിം ഉണ്ട്. 500 സിം? ഓ, ഈ ഇടയായിട്ട് ഒരു കമ്പനി ഒരു ഓഫർ വെച്ചല്ലോ, 100 രൂപ വെച്ചിട്ട്. എനിക്ക് 100 രൂപ. എനിക്ക് 100 കിട്ടിയുള്ളൂ. പക്ഷെ ഇവർക്ക് 10-25,000 രൂപ കിട്ടി. 500 സിം ഉണ്ടെന്ന്. ഭയങ്കര സങ്കടമുള്ള ഒരുത്തന്റെ നമ്പർ ആദ്യം കിടക്കുന്നത്. സാർ ഒന്ന് വിളിച്ചു. ഈ ഫസ്റ്റ് കണ്ട നമ്പറിൽ? ഓ, അതാണ് സങ്കടം കൂടുതലുള്ള നമ്പർ. എടാ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പം വെച്ചിട്ടോളും. ഒരു കാര്യം, ഈ നമ്പറല്ലേ എടാ? ആദ്യം ഞാൻ സ്പീക്കർ ഇട്ട് തരാം, ഒന്ന് സുഖിപ്പിച്ചങ്ങ് സംസാരിച്ചു. ശരിയാക്കി തരാടി. അടങ്ങ.
ഹലോ ഹലോ സുഖാണോ ചേച്ചി? സുഖമാണ്. ചേച്ചിയുടെ ആ കിഴങ്ങും ഭർത്താവ് രാവിലെ ജോലിക്ക് പോയാ? ഓ ആ കിഴങ്ങൻ പോയി ജോലിക്ക്. ഓ അയാൾ ഇന്നലെ വീട്ടിൽ പ്രശ്നമായിരുന്നില്ലേ ചേച്ചി? നമുക്ക് അയാൾ അങ്ങ് തട്ടിയാല? എന്നെ അങ്ങ് ഇഷ്ടം പോലെ അടിച്ചു ഇന്നലെ. നമുക്ക് അയാൾ അങ്ങ് കൊന്നാലേ? എങ്ങനെ? ഒന്നുമില്ല ചേച്ചി, ശാല മരിച്ചിന് കിഴങ്ങിൽ ഫുള്ളായിട്ട് അങ്ങ് കൊടുത്താൽ മതി, കയറ്റിക്കൊണ്ട് കിടന്നുറങ്ങിക്കോളൂ. ആണോ? ആ ഇപ്പോഴാണെങ്കിൽ സംഗതി ഈസി ആയിട്ട് നടക്കും ചേച്ചി. കാരണം ആ ഏണിക്കര സ്റ്റേഷനിൽ എത്തിയ ഒരു വൈഗുണാഞ്ചനാണ്. അയാൾക്ക് എപ്പോഴാണെന്ന് എഴുതാൻ അറിഞ്ഞൂടാ. ചേച്ചി നെഞ്ചത്തടിച്ചിട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് 4 വിളി വിളിച്ചാൽ മതി, ബാക്കിയെല്ലാം അങ്ങ് നടന്നു പോകും. അപ്പൊ നമുക്ക് അതേപോലെ അങ്ങ് ചെയ്താലാ? പിന്നെ വിളിക്കാം. ആ ശരി ചേച്ചി, വിളിക്കാം. ഓക്കെ ചേച്ചി, ബൈ. ഇതാ സുനിയാണോ? അവന്റെ ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ഞാൻ അടിച്ചകത്ത് കയറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു സാറിന്? ഏകദേശം രൂപ മനസ്സിലായില്ലേ? പിടികിട്ടി. അപ്പൊ എത്ര സിം ഉണ്ടെന്ന് പറഞ്ഞാൽ? 500 ഉണ്ട്. ആണല്ലേ? പിടി. പെങ്ങളെ അത് മോശമല്ലേ? നല്ലൊരു ഭർത്താവ്, ഇത്തിരി കാണാൻ ചന്തം കുറവൊന്നുമല്ലേ ഉള്ളത്, നല്ല ജോലിക്കാർ. ഒരു കാര്യം ചെയ്യും, ഈ ബാക്കി സിമ്മെല്ലാം കൂടെ എടുത്ത് കത്തിച്ചു. പുതിയൊരു സിം ഞാൻ എടുത്തോണ്ട് നല്ലൊരു ഫാൻസി നമ്പർ വെച്ച് എടുത്തോളൂ. ഇനി ആ സിമ്മിൽ നിന്ന് ഇവനെയും വിളിക്കണം, പിന്നെ നിന്റെ അച്ഛനമ്മയൊക്കെ ജീവിച്ചിരിപ്പില്ലേ, അവരെയും വിളി, അല്ലാതെ വേറെ ആരെയും വിളിക്കരുത്. മോശമല്ലേ? നല്ലൊരു ഓണക്കാലത്ത് വഴക്കും പ്രശ്നമൊന്നും വേണം കേട്ടാ. ഇനി ആരെയും വിളിക്കല്ലേ? ഫോണില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. മക്കളൊക്കെ? മക്കൾ 4. ആ പോയി. ഹാപ്പി ആണ്. നല്ല തങ്കപ്പെട്ട ഫാമിലി അല്ലേ സാറേ? പക്ഷേ കുടുംബത്തേറെ ഒരു ഫോണ് മതി. അങ്ങോട്ടൊരു കോൾ വിളിച്ച് ഇങ്ങോട്ട് ഒരു മിസ് കോളിന്റെ പുറത്തൊക്കെ ആയിരിക്കും സംഭവം. സത്യം, ഈ ഫോൺ വന്നതിന് ശേഷം എത്ര കുടുംബങ്ങളാണ് തകരണേന്ന് അറിയാം. സാറേ ഇന്നലെ രാത്രി 12:30 സാറിന്റെ ഒരു കോൾ എനിക്ക് വന്നായിരുന്നല്ലോ. അത് ഞാൻ മണികണ്ഠനെ വിളിച്ചതല്ലേ? പക്ഷെ കോൾ എനിക്കാ വന്നത്. നിന്റെ പേര് ഞാൻ മണികണ്ഠൻ എന്നാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. Action Zero Shibu. ദൈവമേ, ഒരു നല്ല ഓണമായിട്ട് കുറെ ആൾക്കാർ വന്ന് കയറി സ്വസ്ഥതയും കളഞ്ഞു. കുറെ പാസ്റ്ററും മറ്റാരൊക്കെയാണ്. അതെ അതെ, ഈ ഓണം വന്നാലും ചങ്കരാതി വന്നാലും നമുക്കിതൊക്കെ തന്നെ അല്ലേ. ഒരു കൂട്ടൊരു ഉഷാറില്ലല്ലേ ഓണത്തിന്റെ? ഉഷാർ വരാനേ നമുക്ക് തങ്കരായ സാറിന്റെ ഒരു പാട്ടങ്ങ് വെച്ചാലോ? പറയാൻ പോലെ സാറേ, ഒരു നാടൻ പാട്ടം പാടും. ഓണത്തെ പറ്റിയ ഒരു പാട്ടായാണ് സാറേ. അതെ സാറ് കൂടെ പാടണം, താളം അടിക്കണം. അതൊക്കെ ഉണ്ട്. പിന്നെ ഇത്താം തെയ്താരാധകതൈതകതാരാ ഇത്താം തെയ്താരാധകതയത്തിനന്താരാ ഇത്താം തെയ്താരാധകതൈതകതാരാ ഇത്താം തെയ്താരാധകതയത്തിനന്താരാ അത്തം പുത്തിറങ്ങേതാര അഞ്ഞഴിപ്പൂ വിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേതാര ചന്ദിരം പൊക്കും പോലെ അത്തം പൊത്തിറങ്ങേതാര അഞ്ഞഴിപ്പൂ വിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേതാര ചന്ദിരം പൊക്കും പോലെ ഇത്താം തെയ്താരാധകതൈതകതാര ഇത്താം തെയ്താരാധകതയത്തിനന്താര ഇത്താം തെയ്താരാധകതൈതകതാര ഇത്താം തെയ്താരാധകതയത്തിനന്താര. അടിപൊളി അടിപൊളി അടിപൊളി. മണി 1:30 എല്ലാം കഴിക്കണ്ടേ? വീട്ടിലെ ഒന്നും ചെയ്യില്ല, എവിടെയെങ്കിലും വല്ല വിളമ്പിച്ചോ. അടിപൊളി. കഴിവ് തന്നെ. ചെളി കൊണ്ടാണോ കഴിയത്? പിന്നെ ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെയാണ് ഓർഡർ. നീ കൂടെ അങ്ങോട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞാൻ ഉപ്പേര് നിന്റെ കൊച്ചിന് വെച്ചിരുന്നാണോ ഇത്? ഇല്ല, കവറിന്റെ അറ്റത്ത് മാറ്റി വെച്ചുകൂടെ? ഈ ഇതൊക്കെ മറന്നുപോയാ സലാഡ് സൂപ്പറാണ്. മണ്ടേ കേരള അങ്ങോട്ട് ആരാ പറയാണ് പണ്ട് ഒലക്കെ കിടിച്ചമാരെ നല്ല രസമുണ്ട്. പായസം ഞാൻ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ പായസം.
ഇതാരും ഉണ്ടോ ഒന്ന്? അപ്പൊ എല്ലാം ആയല്ല, എല്ലാം ആയ. പപ്പടം വെച്ചല്ലോ, ഉപ്പേരി വെച്ചല്ലോ. എല്ലാം റെഡി. ഇത് സലാഡ് ആരും ഉണ്ടോ? സാറേ എന്റെ മെമ്പർമാര് നല്ല സലാഡിന്റെ ആളാണ്. നല്ല എന്നുണ്ട് സാറേ? കൊള്ളാം, നന്നാക്കുന്നു. ഇതല്ലേ? അതിന്റെ കൂട്ടുകാരി വെച്ചതാ. നാരങ്ങ ഇഞ്ചിയൊക്കെ എന്റെ വെണ്ടാട്ടി വീട്ടിൽ അത് ചുമ്മാ നമ്പറിട്ടത്. അപ്പൊ അടുത്ത സാധനം പറഞ്ഞു. ചോറ് 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 ഞാൻ പായസമല്ലേ കൊണ്ടുവന്നത്, ചോറാരാ കൊണ്ടുവരാന്ന് പറഞ്ഞേ? അല്ല ഞാൻ ഇച്ചിരി വെച്ചിരി പായസമാ പറഞ്ഞേ. ആ ഒരു പായസമല്ലേ ഉള്ളൂ. ചോറേറ്റ സാറാണോ? പക്ഷെ ഞാൻ പഴിഞ്ഞല്ലേ. അത് സാറ് പറയുമ്പോ സാറ് പഴിഞ്ഞാണല്ലേ? എടാ അതല്ല, ഞാൻ സ്ഥിരം പഴിഞ്ഞല്ലേ. ഞാൻ ഒന്നും ഏറ്റിട്ടില്ല. ചോറുതാ ചോറുതാ. ബാബുട്ടാ, ചോറ് കൊണ്ടുവരാൻ നേരത്ത് ബാലകൃഷ്ണ സാറല്ലേ? നീ പുള്ളി ഒന്ന് വിളിയടേ. ചിലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിക്കുകയായിരിക്കും. അവിടെ ബാലകൃഷ്ണ നല്ല അവിടെ നല്ല കുത്തരി. ഒരുപാട് പാടം പറമ്പൊക്കെ ഉള്ള ആളാണ്. ഞാൻ അവിടെ പോയി കഴിച്ചിട്ടുണ്ടോ? സാറ് പിന്നെ എല്ലായിടത്തും ഇറങ്ങി നടക്കാറുണ്ടല്ലോ. ഹലോ, ആ സാറ് സാറ് ഇപ്പൊ എവിടെ? സാറ് ഇവിടെ ഇതെല്ലാം എസ് ഐ സാറിന്റെ മുമ്പ് ഇലയിലെല്ലാം വിളമ്പി വയ്ക്കുക, കൂട്ടാനെല്ലാം വിളമ്പി, പപ്പടം എല്ലാം വഞ്ഞ് ചോറ് മാത്രം. സാറ് നിങ്ങൾ എവിടെ പോയി കിടക്കണ? എത്രയായി സാറേ? സാറേ ചെറിയ പ്രശ്നം സാറേ. മെനഞ്ഞാന്ന് മറ്റേ പ്രതിയും കൂടി മൊഴിയെടുക്കാൻ വേണ്ടി പോയില്ലേ ബാലകൃഷ്ണ സാറും നമ്മുടെ രായൻ സാറും കൂടെ? ആ വണ്ടി സിഗ്നൽ തെറ്റി അങ്ങ് ഡൽഹിയിലെത്തിയെന്ന്. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം സാരമില്ല, ഒരു നേരം ചോറ് കിട്ടിയിരുന്നുണ്ട്. ഞാൻ വിഷമിക്കണ്ട. എത്രയോ പേര് ഈ തിരുവോണത്തിനും പട്ടിണി കിടക്കും അല്ലേ? പിന്നെ സാരമില്ല, അതൊക്കെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാനേ സമയമുള്ളൂ. എല്ലാം മറന്ന് തന്റെ നാടൻ പാട്ട് തന്നെ തുടരാം. തുടരട്ടാ. തുമ്പക്കൂട മൊഴിയാൻ നാളെ ചോദിക്ക് വെണ്ണൊരുത്തി, ചോദിക്കൂ നെല്ലടുപ്പേൽ വച്ച് ചോദിക്ക പണ്ടൊരമ്മ. അമ്മ പൂരാടത്തിന് പണ്ട് കമ്മലെടുത്തണിഞ്ഞ്, കമ്മലാടുന്ന കണ്ട് ദൂരെ ചുമ്മാനപ്പൂ വിരിഞ്ഞ്. ഇത്താം ദൈതാരാ ദഗദൈതഗതാരാ, ഇത്താം ദൈതാരാ ദഗദയത്തിനന്താരാ, ഇത്താം ദൈതാരാ ദഗദൈതഗതാരാ, ഇത്താം ദൈതാരാ ദഗദയത്തിനന്താരാ, 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 ദഗദയത്തിനന്താരാ.